ഞാൻ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം പഞ്ചായത്തിൽ വണ്ടൻപതാൽ സ്വദേശിയാണ്. ഇത് എൻ്റെ ഭാര്യ അനുജ, കുട്ടികൾ മകൾ ഋതിക, മകൻ ഋതുൽ. ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ പുതിയൊരു വീടിൻ്റെ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മളതിലേക്ക് കടന്നപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്, അതായത് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും പാടില്ല എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ പലയിടത്തും കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ നമ്മളൊരു വീടൊക്കെ പണിഞ്ഞ് അതിൻ്റെ ഫൈനലിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടൊരു 90% ആൾക്കാരിലും ബജറ്റിൻ്റെ ഒരു കൺസ്ട്രെയിൻറ്റ് വന്നു തുടങ്ങും. ഇൻറ്റീരിയറിലേക്കാണ് അതിൻ്റെ ആ ഒരു ബജറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സ്വാഭാവികമായിട്ടൊരു ഇത് വരുന്ന ആൾക്കാരിലേക്ക്. ഇൻറ്റീരിയറിന് വേണ്ടിയുള്ള ഒരു ഏകദേശം ഒരു തുക നമ്മൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ആദ്യമേ തന്നെ മാറ്റി വെച്ചു. പല നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ സഹപ്രവർത്തകരിൽ നിന്നും മറ്റ് ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ഐഡിയാസ് നമ്മൾ ചോദിക്കുകയും ഫേംസിനെ കുറിച്ച്, ഇത് നന്നായിട്ട് ചെയ്യുന്ന ഫേംസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അവസാനം നമ്മൾ യൂണിസൺ ഇൻറ്റീരിയേഴ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുകയായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലയൻറ്റ്, നേരത്തെ ചെയ്ത കസ്റ്റമേഴ്സിൻ്റെയൊക്കെ വീട് സന്ദർശിച്ചപ്പം അവിടുത്തെ ആ വീട്ടുകാരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തതിൽ നിന്നും സ്വാഭാവികമായിട്ടും സർവീസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടിയത് പ്രകാരമാണ് അവസാനം യൂണിസൺ ഇൻറ്റീരിയേഴ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും നമ്മളുടെ ഇൻറ്റീരിയർ വർക്ക് യൂണിസൺ ഇൻറ്റീരിയേഴ്സിന് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. യൂണിസൺ ഇൻറ്റീരിയേഴ്സിന് നമ്മളെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് പ്രകാരം ഞാൻ ഇവരുമായിട്ട് യൂണിസൺ ഇൻറ്റീരിയേഴ്സിൽ ബന്ധപ്പെടുന്നത് ശ്രീ അജയുമായിട്ടായിരുന്നു. അപ്പം അജയെ നമ്മൾ ആദ്യം ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് ചെറുതായിട്ട് അവരുടെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ നമ്മളുടെ സൈറ്റിൽ വന്നൊന്ന് വിസിറ്റ് ചെയ്യാമെന്നും കുറേ കാര്യങ്ങൾ നേരിൽ കണ്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അജയുടെ ടീമിലുള്ള ആൾക്കാരും ആയിട്ട് ഒരു ദിവസം നമ്മുടെ സൈറ്റ് സന്ദർശിക്കുകയും അപ്പം കുറച്ച് നമുക്ക് ഇവർ ചെയ്ത ഡിസൈൻസിൻ്റെ ഒക്കെ കുറച്ച് സോഫ്റ്റ് കോപ്പി നമ്മളെ കാണിച്ചു. അതുപോലെ തന്നെ ഇവരുടെ മെറ്റീരിയൽ, അതിൻ്റെ കളറുകൾ, അതിൻ്റെ ടൈപ്പ്, അങ്ങനത്തെ പല കാര്യങ്ങളും കുറേയൊക്കെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ സംസാരിച്ച് റഫ് കോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ വരികയും അവരനുസരിച്ച് നമ്മളുടെ ഇൻപുട്ടിനനുസരിച്ച് നമ്മളുടെ ബജറ്റിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിനെയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവരൊരു റഫായിട്ടൊരു കോട്ട് നമുക്ക് തരികയും ഡിസൈനിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പം 3D ഡിസൈനിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഞാനൊരു നിർദ്ദേശം വെച്ചെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവരുടെ സ്വന്തം ഫാക്ടറി കങ്ങഴയ്ക്കടുത്തുള്ള ആ ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നും അവിടുത്തെ ആ ഒരു വർക്കിംഗ് കൾച്ചർ, അവരുടെ മെറ്റീരിയൽ ക്വാളിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണെന്നൊരു ഉറപ്പ് വരുത്തേണ്ടതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലായിട്ടൊരു യെസ് എന്ന് പറയാം എന്ന ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. അതിനനുസരിച്ച് ഒരു ദിവസം മുൻ നിശ്ചയപ്രകാരം യൂണിസൺ ഇൻറ്റീരിയേഴ്സിൻ്റെ കങ്ങഴയ്ക്കടുത്തുള്ള ഫാക്ടറിയിൽ ഞാൻ വിസിറ്റ് ചെയ്യുകയും അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവരുടെ അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറീസ് ഉണ്ട്. ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു നമ്മുടെ മാർക്കറ്റിലുള്ളതിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ്. പിന്നെ ഇവരുടെ മെഷീൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻസാണ്. പ്രത്യേകിച്ച് എഡ്ജ് ബാൻഡിൻ്റെയൊക്കെ വളരെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള മെഷീനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അത് എല്ലാം കണ്ട് നമ്മൾക്കൊരു കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടായതിന് ശേഷം ഡ്രാഫ്റ്റായിട്ട് ആദ്യം ഒരു 3D ഡിസൈൻ ഇട്ട് തരുന്നു. അപ്പോൾ ആദ്യത്തെ ആ 3D ഡിസൈനിൽ നമ്മൾ നോക്കിയപ്പോൾ തന്നെ കുറച്ച് ചേഞ്ചസ് നമ്മൾ കിച്ചണിലും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും അതായത് ടോൾ യൂണിറ്റ് ആണെങ്കിലും GTPT ഒക്കെ ആണെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞ് ആഡ് ചെയ്യിക്കുകയും
ഇവരുടെ ഡിസൈനിങ് ടീം അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈനിങ് ടീമാണ്. അപ്പോൾ അവരും അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ഡിസൈൻ, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇട്ട് വന്ന് ആ ഡിസൈനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പലതും വളരെ മനോഹരമായിരുന്നു. അപ്പം 3D ഡിസൈൻ എടുത്തപ്പോഴത്തേക്കും നമ്മളുടെ TV യൂണിറ്റ് ആണെങ്കിലും നമ്മളുടെ പ്രെയർ യൂണിറ്റ്, നമ്മളുടെ പ്രത്യേകിച്ച് റൂംസിലെ കബോർഡുകളുടെ ആ ഒരു കളർ കോമ്പിനേഷൻ, നമ്മളുടെ കോട്ടിൻ്റെയൊക്കെ അതൊക്കെ വളരെ നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയുന്നത്, വളരെ ക്രിയേറ്റീവായിട്ട് ഇവർ ആ ഡിസൈനിലേക്ക് ഉൾപ്പെടുത്തി. നമ്മളത് ഞങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം അത് ഇഷ്ടപ്പെടുകയും അത് 3D ഡിസൈൻ അപ്രൂവ് ചെയ്ത് നേരെ 2D ഡിസൈനിലേക്ക് കടക്കുകയുമായിരുന്നു. ഡിസൈൻ പാർട്ട് എന്തായാലും പൂർണ്ണമായിട്ടും നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ നമ്മളുടെ ഫൈനലായിട്ട് നമ്മളുടെ കളറ്, നമ്മൾ വേണ്ട കളറുകൾ നമ്മളുടെ കിച്ചൻ്റെ ആണെങ്കിലും മറ്റ് നമ്മളുടെ മെയിൻ ഹാളിൻ്റെ ആണെങ്കിലും റൂംസുകളുടെ എല്ലാം കളർ കോമ്പിനേഷൻ എല്ലാം നമ്മൾ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് എഗ്രിമെൻറ്റിലേക്ക് കിടക്കുകയും ഫൈനലായിട്ട് അതിനുള്ള കോട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഇൻറ്റീരിയേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും നമ്മളത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് നമ്മൾ ഫൈനലായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ നിശ്ചയിച്ച പ്രകാരം സമയബന്ധിതമായിട്ട് തന്നെ അവരവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നമ്മളുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഒരാൾ പോലും ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും കിച്ചൻ്റെ കാര്യമാണെങ്കിൽ കിച്ചൻ്റെ ആ ഒരു വർക്കും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനുമാണ് കൂടുതലും ആൾക്കാർ നമ്മളോട് എടുത്തു പറഞ്ഞത്. എല്ലാം വന്ന ആൾക്കാരും കണ്ടവരും എല്ലാവർക്കും പിന്നീട് ഹൗസ് വാമിങ്ങിന് ശേഷം വന്ന് നമ്മളെ ഇവിടെ സന്ദർശിച്ച ആൾക്കാരും എല്ലാം വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ, ഇൻറ്റീരിയറിൻ്റെ ഒരു കാര്യത്തിൽ എന്തായാലും നമ്മൾ വളരെ സംതൃപ്തരാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്തായാലും യൂണിസൺ ഇൻറ്റീരിയേഴ്സിനോട് നമ്മുടെ കുടുംബാംഗങ്ങളും വളരെ കടപ്പെട്ടിരിക്കുന്നു. വളരെ നന്ദിയും ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ആൾക്കാർ പുതിയ വീട് വെക്കുന്ന ആൾക്കാർക്ക് ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഈ യൂണിസൺ ഇൻറ്റീരിയേഴ്സിൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ റെക്കമെൻഡ് ചെയ്യും. കാരണം അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ റിസൾട്ട് നമ്മളെ വീട്ടിൽ വളരെ പ്രകടമായി കാണാനുമുണ്ട്. ഞങ്ങളൊരു വീട് നിർമ്മിക്കുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് തോന്നിയിരുന്നു ഇത്രയൊക്കെ ചെയ്തു വരുമ്പോൾ ഇതൊക്കെ നമ്മളുടെ ബജറ്റിൽ നിൽക്കുമോ, അതോ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവും. യൂണിസൺ ഇൻറ്റീരിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കോട്ടൊക്കെ കിട്ടി. അതിനനുസരിച്ച് പ്രത്യേകിച്ചും നമ്മളുടെ ആ ഫുൾ വർക്ക് ഫിനിഷായി കഴിയുമ്പോഴാണ് നമ്മുടെ ബജറ്റും നമ്മളുടെ ചെയ്തൊരു വർക്കും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, നമ്മളിതിനെ തുലനം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കിതൊരു ബജറ്റ് ഫ്രണ്ട്ലി ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മളുടെ പുതിയ വീട്ടിൽ ഇൻറ്റീരിയർ വർക്കിനെ പറ്റി നമ്മൾ തീരുമാനിച്ചപ്പോൾ യൂണിസൺ ഇൻറ്റീരിയേഴ്സിന് കൊടുക്കുവാൻ തീരുമാനിച്ചു. അവരുടെ വർക്ക് എല്ലാം ഏകദേശം എല്ലാവർക്കും, കുടുംബത്തിനും വന്ന് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് കിച്ചണിലെ വർക്കാണ്. കിച്ചണിലെ കബോർഡിൻ്റെ ആ കളർ കോമ്പിനേഷൻ, പിന്നെ GTPT ആണെങ്കിൽ ഒത്തിരി പേർക്കത് ഇഷ്ടപ്പെട്ടു. ഇനിയും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ അത് വെക്കണമെന്ന് തീർച്ചയായിട്ടും തീരുമാനിച്ചാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അതുപോലെ ടോൾ യൂണിറ്റ് വളരെ മനോഹരമാണ്. അത് ഇനി വീടുകൾ പണിയുന്നവർ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. നമ്മളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കാര്യങ്ങളാണ് നമുക്കിതിനായിട്ട് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. ഒന്ന്, ബജറ്റ് ഫ്രണ്ട്ലിയാണ്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം നമ്മൾ പല സ്ഥലത്തു നിന്നും പല ഫേംസിൽ നിന്നും കൊട്ടേഷൻ എടുത്ത ആ വർക്കുകളും അതിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ അതുപോലെ തന്നെ ബജറ്റ്, ഈ 3 സാധനങ്ങൾ എല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഉപയോഗിക്കുന്ന ഐറ്റത്തിൻ്റെ ക്വാളിറ്റി വെച്ച് ചെയ്യുന്ന വർക്കിൻ്റെ ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ് ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പം ഏറ്റവും തികച്ചും ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് യൂണിസൺ ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രൊഫഷണലിസം വളരെ നല്ലതാണ്. കാരണം ഇവർ ചെയ്തിരിക്കുന്ന ഇവരുടെ ആ വർക്കിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ മനസ്സിൽ കണ്ടതിനേക്കാളും വളരെ നല്ല രീതിയിൽ ഇവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവരുടെ വർക്കേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം. അതായത് നമ്മളൊരു ടൈം പറയുന്നു, നമ്മളൊരു അമെൻമെൻറ്റ്, നമ്മൾ ചില കാര്യങ്ങൾ നമ്മളുടെ ഒരു സജഷൻസ് മാറ്റങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് സമയബന്ധിതമായിട്ട് അവരത് ഇൻക്ലൂഡ് ചെയ്ത് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വർക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ തന്നെ ഇവർ വളരെ മനോഹരമായ രീതിയിൽ അത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്.